5 കൊല്ലത്തിന് ശേഷം 1-ാം തീയതി ശമ്പളം തരും ഈ വേദിയിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ കൈയടിക്കാമെന്ന് മടിച്ചെങ്കിലും അത് തന്നാനെ കാണുമ്പോൾ ഒരു ചെറിയ അസുഖം വരും. റഫറണ്ടത്തിന്റെ കാലമാണല്ലോ, ഇതിന്റെ നന്മയാണ് റഫറണ്ടം. ഇതിൽ ഇരിക്കുന്ന ജീവനക്കാർ രാഷ്ട്രീയബന്ധമാണ്, അവരെ നന്മയാണ്. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരായ സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ മേളിൽ കയറി വരുമ്പോൾ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, സാറേ ഇത് പാലക്കാടാണ്, ചൂടായി കഴിഞ്ഞാൽ പുള്ളി ഉരുകും, ഇവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞോ. എയർ കണ്ടീഷൻ തന്ന കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ഓഫീസ് പാലക്കാടാണ്. ജീവനക്കാർ കിടന്ന 10 ബസ്സിനകത്താണ്. ഇപ്പൊ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ജീവനക്കാർ കിടക്കുന്ന എയർ കണ്ടീഷൻ ഓഫീസാണ്. എന്താ കുഴപ്പം? പിന്നെ ഇവിടുത്തെ സമരം അവരോട് ചെയ്യേണ്ട സമരമാണ്. ഞാൻ രാത്രി പറഞ്ഞ ചോദിക്കണം, ആ മുനിസിപ്പൽ ഓഫീസിലേക്ക് നടന്ന ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരനെ ഞാൻ ഫോൺ ചെയ്തിട്ടില്ല എന്ന് അവർ പറയും. മന്ത്രി അവരെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അവരെ വിളിച്ചിട്ട് ഇതൊന്ന് നമ്പർ ഇട്ട് തരുമെന്ന് പറയും. അവർ ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന്, ഈ ബസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു അപകടം, ഇവിടെ ഒരു തീപിടുത്തമോ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്പറില്ലാത്ത ഈ കെട്ടിടത്തിൽ ഇരിക്കുന്ന ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർക്ക്, അവിടെ കഴിക്കാൻ വരുന്നവർക്ക് പോലും ഒരു കോമ്പൻസേഷൻ കിട്ടാത്ത ദ്രോഹം ഈ മുനിസിപ്പൽ ചെയർമാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാണമുണ്ടോ? ഒരു നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും, ഞാൻ ചങ്ങനാശ്ശേരി പോയി, ഞാൻ നോക്കിയപ്പോൾ ഒരു ബഹളം, ഒരു കുടിയൊക്കെ ഉണ്ട്. ഞാൻ അവിടുത്തെ MLA അവിടുത്തെ ബസ് സ്റ്റേഷനിലെ പണം അനുവദിച്ച് കല്ലിടാൻ പിടിച്ചിരിക്കാം, ഒരു ബഹളം. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു കുറ്റവും ചെയ്യാറില്ല, ഞാനങ്ങനെ വെളിയിൽ ഇറങ്ങി പോകാറില്ല, പ്രസംഗിക്കാറില്ല, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപാടില്ല. സിനിമ ഉണ്ടായാലും മിണ്ടാകും, ഇപ്പൊ സിനിമ കണ്ടിട്ട് മിണ്ടാൻ പാടില്ല, അപ്പൊ സിനിമ ഉണ്ടായാലും മിണ്ടാകും. മോഹൻലാലിന്റെ അഭിനയം നന്നായി എന്നേ പറയൂ, വേറെ ഒന്നും പറയാൻ പറ്റില്ല. അവൻ എന്ത് പറഞ്ഞാലാണ് കുഴപ്പമാവുന്നതെന്ന് അറിയാത്തതുകൊണ്ട് അത് ഇഷ്ടം പോലെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊക്കെ പറയുന്നതിന് പേര് നമ്മളങ്ങോട്ട് സൈഡിൽ പോലെ കഴിഞ്ഞ സിനിമയെ പറ്റി പുകഴ്ത്തി പറഞ്ഞു വെച്ച് അതിന് ഈ നാട്ടിൽ ഒരു വലിയ കലാപമാകണ്ട, കാണുന്നവൻ കാണും, വിശ്വസിക്കുന്നവൻ വിശ്വസിക്കും. സത്യം പറഞ്ഞാൽ സത്യമാണെന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിനും വിലയൊന്നുമില്ല. ഒരു സിനിമ കണ്ടാൽ, ഒരു പുസ്തകം വായിച്ചാൽ ഇതിൽ പറയുന്നത് ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് മലയാളിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇവിടെ ഞാനും ഒരുപാട് രാഷ്ട്രീയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്നും കേരളത്തിലെ രാഷ്ട്രീയം മാറി പറയുന്നു. ഞാൻ UDF നിൽക്കുന്ന കാലത്ത് MLA ആവുന്നതിന് മുമ്പ് ഞാൻ അഭിനയിച്ച സിനിമകളിൽ പലതും UDF വിരുദ്ധ സിനിമകളായിരുന്നു. രഞ്ജി പണിക്കരെ, ഷായി കലത്തിന്റെ സിനിമ. അതുകൊണ്ടൊന്നും ഇവിടെ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടായി. അപ്പൊ അതുപോട്ടെ, ഇതിപ്പോ കാണിച്ചതെന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി അവിടെ എന്താ ഒരു സമരം, എന്തെങ്കിലും ചോദിച്ചു BJP-ക്കാരുടെ സമരം. എന്താ കാര്യം? ഒരു MLA അയാളെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടം വയ്ക്കാൻ തീരുമാനിച്ചു. ആ കെട്ടിടത്തിന് ടെൻഡർ വിളിച്ചു, ഊരാരുത്തൽ എടുത്തു, മന്ത്രി കല്ലിടാൻ വന്നു. എന്താണ് പ്രതിഷേധമെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. പ്രമോദം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എന്തിനാന്ന് മനസ്സിലായി. പിന്നെ എനിക്കിതൊരു രസമാണ്, ഞാൻ ഇതൊക്കെ ആസ്വദിക്കുകയാണ് ചെയ്തത്. കാരണം അവര് സമരം ചെയ്യുമ്പോൾ ഇവരെ അറിയാത്തൊരു കാര്യമുണ്ട്, വലിയ കുറവാണെന്ന് അറിയത്തില്ല. ആദ്യം ഒരു നോട്ടീസ്, ഷാബി എനിക്കൊരു നിവേദനം എനിക്ക് തരുന്നു, അതിനെ നിരസിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ പ്രതിഷേധിക്കുന്ന. മൂന്നാറിൽ പോയൊരു തമാശയുണ്ട്. മൂന്നാറിലെ ഡബിൾ ഡെക്കർ ഉദ്ഘാടനം വേണ്ടി മൂന്നാർ ഒരു കാര്യമില്ല, അന്നും പ്രമോദ് ഉണ്ട്, അവിടുത്തെ MLA ഉണ്ട്, ഞാനും അവിടുത്തെ MLA കൂടി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി കാറിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കാര്യം കൂടി പറയണേ. എനിക്ക് കാര്യം കൂടി ഇഷ്ടമാണ്, കാരണം ഞാൻ മിക്കവാറും കറുത്തോട് പെടുന്നതാണ്. എനിക്ക് കറുപ്പിനോട് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഇത് കറുത്ത ഉടുപ്പിട്ട് നടക്കുന്ന ആദ്യമല്ല, കേരളത്തിന്റെ നിയമസഭയിൽ കറുത്ത ഉടുപ്പ് കിട്ടുമെന്ന് ആദ്യത്താണ് ഞാൻ. എനിക്ക് നിറത്തിലൊരു പ്രശ്നം, നിറം എനിക്കൊരു പ്രശ്നമാണ്. ഏറ്റവും നല്ല വർണ്ണശബളമായി നിങ്ങളുടെ കിടക്കുന്ന പ്രീമിയർ സൂപ്പർ ഫാസ്റ്റ് കിട്ടാൻ അറിയാം. ഇനി വരാൻ പോകുന്ന വണ്ടിയിൽ നോക്കണം, എല്ലാം നല്ല കളർഫുള്ളായി. അത് കറുപ്പാന്ന് എടുപ്പാന്നല്ല, നല്ല രസമാണ് എനിക്ക് കാണാൻ. നമ്മുടെ മനസ്സ് നല്ല കളർഫുള്ളാണ്. അതുകൊണ്ട് അവിടെ ഇതുപോലെ ഒരു കാര്യം കൂടി. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? ഇവിടെ അനധികൃതമായ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ സ്റ്റേജിൽ കയറിയാൻ പറഞ്ഞ് അവര് സമരം ചെയ്ത് എന്താന്ന് എന്നോട് പറഞ്ഞില്ല. പക്ഷെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, അപ്പൊ റിപ്പോർട്ടർ ചാനലിലെ ലേഖനം ഉണ്ടെന്ന് പറഞ്ഞു, സാറേ ഇവിടെ അനധികൃതമായ ഓട്ടമുണ്ട്, ലൈസൻസ് ഇല്ലാത്തവർ വണ്ടി ഓടിക്കുന്നുണ്ട്, അവര് നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇൻഷുറൻസ് പോലും കിട്ടത്തില്ല, വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, ടാക്സ് ഇല്ല, അതില്ലാത്തവരെ തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള അതിനായിരുന്നു സമരം എന്ന് പറഞ്ഞ് ഞാൻ നേരെ വ്യത്യാസത്തെ നടപടി ആരംഭിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, കേരള സർക്കാരിന് ഏതാണ്ട് 1 കോടി രൂപ 25 ദിവസം കൊണ്ട് നികുതി വെട്ടിച്ചവന്റെയും ലൈസൻസ് ഇല്ലാതെ വണ്ടി, ലൈസൻസ് എടുത്തിട്ട് കൊണ്ടുവരാത്തല്ല കേട്ടോ, ലൈസൻസ് സാധനമേ എടുത്തിട്ടില്ല, വണ്ടി ഓടിക്കുക. ദിവസം 7 പേര് 8 പേരാണ് പിടിക്കുന്നത് മോട്ടോർ വെഹിക്കിളുകാർ. അതിൽ ലൈസൻസ് ജീവിതത്തിൽ ഒരിക്കലും ലൈസൻസ് എടുത്തിട്ട് ഒരിക്കലും ലൈസൻസ്. പക്ഷെ അവരെല്ലാം വണ്ടി ഓടി. ആരെ? മൂന്നാറിൽ വരുന്ന വിദേശത്ത് വരുന്ന ടൂറിസ്റ്റുകൾ, വടക്കേ ഇന്ത്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾ, കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾ, കുടുംബങ്ങൾ, ഇവരൊക്കെ ഇരുത്തിക്കൊണ്ട് ടാക്സ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ലൈസൻസ് ഇല്ല, വണ്ടി ഓടിക്കുകയാണ്. ചാനൽ പ്രവർത്തകരാണ്, മാധ്യമ പ്രവർത്തകരാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. പിറ്റേ ദിവസം തൊട്ട് കൈകാര്യം ചെയ്തു. 1 മാസം കൊണ്ട് 1 കോടി രൂപയോളം സർക്കാരിന് ഖജനാവിൽ വരുമാനം കിട്ടി. നിയമലംഘനക്കാരെ, ആയിരക്കണക്കിന് നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് വലിയ ലൈറ്റൊന്നും പിടിപ്പിക്കുന്നത്, അതെല്ലാം ഇളക്കി. അതിനൊക്കെ ഭയങ്കര ഫൈൻ അടിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണ്.
എല്ലാം കോടതി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇളക്കി റെഡിയാക്കി. അവിടെ അരാജകത്വമായിരുന്നു. KSRTC ഡബിൾ ഡെക്കർ ബസ് തുടങ്ങി. എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്താണിത്? കണ്ണാടി ബസ്. ഞാൻ തന്നെയാണ് കണ്ണാടി ബസ്സിൽ പറയുന്നത്. അഭിമാനത്തോടെ പറയാം, അത് വരച്ചതുപോലെ അതിനേക്കാൾ ഗംഭീരമായി നിർമ്മിച്ചു തന്നത് KSRTCയിലെ ജീവനക്കാരാണ്, അവിടുത്തെ മെക്കാനിക്കുകളാണ് എന്ന് നിങ്ങൾ കയ്യടിയോടെ അറിയാൻ കഴിയും. അതെല്ലാവരും അറിയില്ല. ആ ബസ് ഇമ്പോർട്ട് ചെയ്തതാണോ വടക്കേന്ത്യയിൽ ഉണ്ടാക്കിയതെന്ന് ആൾക്കാർ ചോദിക്കുന്നു. ആ ബസ് KSRTCയിലെ ജീവനക്കാർ ഉണ്ടാക്കിയതാണ്. അവർക്ക് അഭിമാനിക്കാവുന്ന അവരൊരു നേട്ടമാണ്. ഇത്തരം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് പ്രമോദിന് കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാരിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടിയിരുന്നു. പുതിയ ആശയങ്ങൾ KSRTC കൊടുക്കുന്ന പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് KSRTC കിട്ടിയ അവാർഡ് അദ്ദേഹം കഴിഞ്ഞ മാസം 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളുകയാണ്. ബഹളമൊന്നും വെച്ചിട്ടൊന്നും കാര്യമില്ല. പറഞ്ഞാൽ ചെയ്യുമല്ലോ. മൂന്നാറിൽ കൊടി കാണിച്ചിട്ട് കാവലെന്നെ പറയാനുണ്ട്. ഈ മുനിസിപ്പാലിറ്റിക്ക് വല്ല ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ഇരുന്ന ഓട്ടോറിക്ഷക്കാർ മുഴുവൻ അമിതമായി മീറ്റർ ഇടാതെ വണ്ടി ഓടിക്കല് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തം വരുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട MP 2.5 കോടി ചെലവാക്കി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പണിതുകൊണ്ട് എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല? മുനിസിപ്പൽ ചെയർമാൻ എന്താണ് അസുഖം തുറന്നു കൊടുക്കാൻ? എനിക്ക് MP പറയാനുള്ളത്, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച്, ഞാൻ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെ തരാം, നിങ്ങൾ ധൈര്യമായി പോയി തുറന്ന് നടപടിയായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളെ ഫണ്ടുകൊണ്ടുണ്ടാക്കി എന്തിനാണ് തടയുന്നതെന്ന് മുനിസിപ്പാലിറ്റി ഉത്തരം പറയണം. എന്തിനാണ് 2.5 കോടി അദ്ദേഹം ചെലവഴിച്ചു? പൊതു മുതലാണ്, ഡെഡായിട്ട് ഇട്ടേക്കാനുള്ളതല്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ 3 കടക്കാരിപ്പുണ്ട്. തുറന്നെന്ന് പറയുക. ഈ 3 കടക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകി. പണം തിരിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആ രാത്രി, കോടതി പറഞ്ഞ ദിവസം രാത്രി 9.5 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി CMD ഞാൻ പറഞ്ഞിട്ടാണ് മാറ്റിവെച്ചത്. അത് കൊടുത്തിട്ട് ഇനി വേറെ കാര്യം, വാങ്ങാതെ അവിടെ ഇരിക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമൊന്നുമില്ല. ആർക്കെങ്കിലും രാഷ്ട്രീയം വളർത്താനുള്ള സ്ഥലമല്ല ഈ ബസ് സ്റ്റാൻഡ് മുമ്പിൽ ഇരിക്കുന്ന കടക്കാരുടെയും പറഞ്ഞേക്കാം. നിങ്ങൾ ആർക്കെങ്കിലും വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോയി തിരിച്ചു മാറ്റുള്ളൂ. നിങ്ങളെ ഇവിടുന്ന് നിയമപരമായി തന്നെ ഒഴിപ്പിക്കും എന്നൊരു യാതൊരു സംശയമില്ല. ഇവരെ ഒഴിപ്പിക്കാതെ ഇവരുമായിട്ടൊരു ഒത്തുതീർപ്പിലെത്താമെന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയ്ക്ക്, ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും ജനാധിപത്യത്തിൽ ചർച്ച ചെയ്യണമെന്ന് ശ്രമിക്കണം. ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു. 2 പാവങ്ങൾ മാത്രം വന്നു. അവരെ നമ്മൾ സഹായിക്കും. വരാത്തവരെ ബഹുമാനപ്പെട്ട കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ KSRTC ജയിക്കും. കാരണം ഞങ്ങൾക്ക് നമ്പർ ഇട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ദുരന്തം, നാളെ ഒരു അപകടം ഇവിടെ സംഭവിച്ചാൽ ആ വ്യക്തിക്ക് ഒരു ക്ലെയിമും കിട്ടാത്ത വിധത്തിൽ അവരെ ഈ നമ്പർ ഇട്ടില്ല എന്നൊട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ കമ്മിറ്റിയും BJPക്കും ആയിരിക്കും എന്നൊരു യാതൊരു സംശയമില്ല. ഒരു അപകടം സംഭവിച്ചാൽ അതിനെ ഈ കടക്കാരുടെ പേരും പറഞ്ഞ് ഈ കടക്കാർ ഒഴിഞ്ഞു തരണം. അത് ന്യായമാണ്. പാലക്കാട് എല്ലാ ജനങ്ങൾക്കും ഈ കടയുടെ കയറ്റി വെച്ചേക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം. അത് മാറി തന്നെ തരണം. അതിനൊരു സംശയം അവർക്ക് വേണ്ട. മാറ്റുക മാത്രമല്ല, നിങ്ങളുടെയോ നിങ്ങളുടെ പേരിൽ എവിടെയുണ്ടെങ്കിലും കേരളത്തിൽ ഇതുപോലെ KSRTCയെ നശിപ്പിക്കുന്ന തരത്തിൽ കച്ചവടം നടന്ന നിങ്ങളുടെ ബന്ധുക്കളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, നിങ്ങളാവട്ടെ, ആരെങ്കിലും ലൈസൻസ് എടുത്തുണ്ടെങ്കിൽ ഇനി ആ ലൈസൻസ് പുതുക്കും എന്നാരും സ്വപ്നം കാണണ്ട.